ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. നിങ്ങൾ വർക്കലയിൽ പോയി താമസിക്കാമെന്ന് നോക്കിയപ്പോൾ തന്നെ 2-3 ദിവസത്തിന് മുമ്പ് തന്നെ നമ്മളിവിടെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രചനാസ് ബ്ലാക്ക് ബീച്ച് റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത് കേട്ടോ. അടിപൊളിയായിരുന്നു അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ലൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. കോമൺ സ്വിമ്മിംഗ് പൂളാണ്, എന്നാൽ തന്നെ അവർ നല്ല വൃത്തിക്ക് അതൊക്കെ ക്ലീൻ ചെയ്ത് ഒരാൾ കയറുമ്പോൾ തന്നെ ബാക്കിയുള്ളത് ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിള്ളേർ നന്നായിട്ട് ആ ഒരു റിസോർട്ടിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റൂമിൻ്റെ ഫോട്ടോ പിക്കൊക്കെ എടുത്തത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അടിപൊളിയായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ നോൺ എ സിയിലാണ് അത് ബുക്ക് ചെയ്തിട്ട് പോയത്. പിന്നെ അവിടെ പോയപ്പോൾ ഞങ്ങൾ ഒരു 1000 റുപ്പീസ് കൊടുത്ത് ഞങ്ങൾ AC ആയിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൂളാണെങ്കിൽ നമുക്ക് സമയമുണ്ട്, നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. പിള്ളേർക്ക് നമ്മളിപ്പോൾ ഈ പിള്ളേരെയൊക്കെ കൊണ്ടുപോകുന്ന ട്രിപ്പൊക്കെ ആണെങ്കിൽ ഒരു പൂളുള്ള റിസോർട്ടൊക്കെ അവരുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ അവരുടെ തന്നെ ഇതിലൂടെ തന്നെയാണ് നമുക്ക് ക്ലിഫിലോട്ട് പോകേണ്ടത്. വൈകുന്നേരമാണ് കേട്ടോ ക്ലിഫ് കാണേണ്ടത്. മിനി ഗോവ എന്നൊക്കെ പറഞ്ഞാൽ പോരാ, നമ്മൾ കണ്ടിട്ടില്ല ഗോവ, എന്നാൽ തന്നെയും ക്ലിഫിലോട്ട് പോകുമ്പോഴാണ് ആ ഒരു ഗോവ പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് തരുന്നത്. നൈറ്റാണ് അടിപൊളി. ഇവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സൺസെറ്റൊക്കെ കാണാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഒരുപാട് പേര് ഈ സമയത്താണ് വരുന്നത്. ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്രൈസ് എന്നെ പോലെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ക്ലിഫിൽ നിന്ന് നമ്മളൊരു ഗ്ലാസ് ചായ പോലും മേടിച്ചിട്ടില്ല. ഞങ്ങളുടെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു കടയിൽ നിന്ന് ഞാൻ ചായ കുടിച്ചിട്ട് ഒരു ചായക്ക് 60-70 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. അതുകൊണ്ട് അതൊന്നും കുടിച്ചില്ല. പിന്നെ ഇതുപോലെ തന്നെ കുറേ ഫിഷും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ലൈവായിട്ട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കത് പ്രിപ്പയർ ചെയ്ത് തരും. അതൊക്കെ നമുക്ക് ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ കഴിക്കാൻ. അവരൊക്കെ അത് കഴിക്കുന്നുണ്ടായി. കുറേ ഇതുപോലെ ഡ്രസ്സിൻ്റെ സെക്ഷൻ, ഇതൊന്നും നമുക്ക് പറ്റുന്നതല്ല. അപ്പോൾ ഞങ്ങളതെല്ലാം കണ്ടു കേട്ടോ. പക്ഷേ ഒരു തവണയെങ്കിലും ക്ലിഫും ഈ ഒരു വർക്കല ബീച്ചിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കാണേണ്ടത് തന്നെയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും നന്നായി എൻജോയ് ചെയ്തു. അപ്പോൾ വർക്കല പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥലം മിസ് ചെയ്യാതെ കാണേണ്ടതാണ്. ക്ലിഫാണ് അവിടുത്തെ മെയിൻ. അതും നൈറ്റ് പോയി ഈ ക്ലിഫ് കാണണം. അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ നടക്കാനുണ്ടായി. കുറേ ഇതുപോലെ ബാഗ് കാര്യങ്ങൾ, ഇതൊക്കെ ഈ എല്ലാം ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടായിരിക്കണം ഇതൊക്കെ വെച്ചേക്കണത്. പിന്നെ ഇവിടെ നിന്ന് കടൽ രാത്രി കണ്ടു കഴിഞ്ഞാൽ എന്തൊരു രസമാണെന്നറിയാമോ. ഇതൊക്കെ ഫുള്ള് ലൈറ്റിംഗ് ആട്ടോ. ആൾക്കാർ 12-1 മണി വരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വന്നുകൊണ്ടിരിക്കും. അടിപൊളിയാണ്, സൂപ്പറായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു രാത്രി ഇവിടെ നിന്ന് കടലിൻ്റെ ആ ഒരു തിരമാലയൊക്കെ വരുന്നത് കാണാനാട്ടോ. അയ്യോ, ഒരു രക്ഷയില്ല. അവിടെ നിന്ന് കണ്ണെടുക്കാൻ തോന്നത്തില്ലായിരുന്നു. വർക്കലയിൽ ഞങ്ങൾ പോയി താമസിച്ചിട്ട് ഈ രാത്രി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. വീണ്ടും ഒരു തവണയും കൂടെ എനിക്ക് വർക്കല പോകണമെന്ന് എനിക്ക് തോന്നിയ ഒരു നിമിഷമാണിത്. ക്ലിഫിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചകളും ക്ലിഫും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിള്ളേരും ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ഡേ ട്രിപ്പൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ റൂമൊന്നും താമസിക്കാതെ പോയിട്ട് വരാനും അടിപൊളി സ്ഥലമാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.